പാകണ മധുരം കുഴപ്പമില്ല. പക്ഷെ ഇനി കുറച്ച് മധുരം കുറച്ച് തുടങ്ങണം. ഞാനും മധുരം കുറച്ചാലോ എന്ന് ആലോചിക്കാം. നല്ല അടി. സത്യം പറഞ്ഞാൽ മധുരം ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് ശീലിച്ച ചായയിൽ മാത്രം മധുരം ഇടാം. ബാക്കി മധുരങ്ങളെല്ലാം കുറയ്ക്കണം. ഈ അമ്പലത്തിൽ പോക്കുള്ളവർ എന്ത് ചെയ്തു? ഇപ്പോഴെങ്ങാനും വരുമോ? ഫസ്റ്റ് ആളാ കൂടെ പോയേക്കണേ. ഇനി കടയായ കടയും ചായക്കടയായ ചായക്കടയും ഹോട്ടലും തട്ടുകട എല്ലാം നിരങ്ങിയിട്ടേ വരുള്ളൂ. സാറിന് അമ്മ ഒറ്റയ്ക്കല്ലേ പോലെ? ഇപ്പൊ ഇവനെ കൊണ്ട് എനിക്കെന്തോ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ട് കനക. അല്ല, അമ്മയ്ക്കിപ്പോൾ അവൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്നേഹം. അവൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് അമ്മ അങ്ങ് വിഷമിക്കുന്നു. രണ്ടുപേരും കൂടി 24 മണിക്കൂറും കുശുകുശുപ്പ്. ഇതേ രാവിലെ ദോശ കൊടുത്തപ്പോൾ അവന് കൊടുക്കടി ദോശ, അവന് നമ്മളല്ലേ കൊടുക്കാനൊന്നും അമ്മയുടെ ദോശ എടുത്ത് അവനിട്ട്. പിന്നെ എപ്പോഴൊന്നും പറയാറൊന്നുമില്ല. എൻ്റെ സംശയം ഇവൻ്റെ ഇല്ലായ്മയൊക്കെ പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ ആള് മാറിപ്പോയി. എന്ത് ഒരു പൈസ ഇട്ട 2 പൈസ ഇല്ല എഴുന്നേക്കാത്താണാ. മനസ്സിലായില്ലേ? പോലീസുകാരന്റെ ഭാര്യയാണ്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അതിങ്ങനെ വിഷമം പറഞ്ഞ അമ്മ അപ്പം കൂടെ അലിഞ്ഞു പോവും. അതിപ്പോ നമ്മളെല്ലാരും ചെയ്യൂലേ? അങ്ങനെയുള്ളു. അല്ലാതെ നമ്മ കൈവിട്ട് കളിക്കില്ല. ഞാനൊന്നും അങ്ങനെ ചെയ്യൊന്നുമില്ല. ഞാനൊന്നും അങ്ങനെ ചെയ്യൂല. എന്തോന്നു? പിന്നെ അതാ വരുന്നു. വാവാ. എന്തോ ഒരു ചൈതന്യം അമ്പലത്തിൽ. ആ വെട്ടവും വെളിച്ചെന്റെ തൊമ്പുതാണേ പറയാൻ. അതിലും ചൈതന്യമാണല്ലോ അമ്മേനെ നോക്കി പാറി പറന്ന് കിടക്കുന്നത്. പറക്കട്ടെ. അമ്പലത്തിൽ വന്നൊരു മൊത്തം അമ്മയെ തന്നെ നോട്ടിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. ഇത്രയും ചിത്രശലഭങ്ങളുടെ കൂട്ടത്തിൽ വേറെ ഏതായി ചിത്രശലഭം? എന്റെ പൊന്നോ, എന്താ ആ അമ്പലത്തിന്റെ അടുത്തേ ഒരു കടയുണ്ടായിരുന്നു. ആ കടയെന്ന് ഒരു 50 പൂരി വാങ്ങിച്ചടിച്ചു ഈ റൊണാൾഡോ മാമൻ. 50 പൂരി. 50 കഴിച്ചോളാം. എന്നിട്ട് പിന്നെ തിരിച്ചിട്ട് അങ്കിള് വയ്യാതായി. ചായക്കടക്കാരങ്കിള്. ഓ പാവം. എന്നിട്ട് ഈ അങ്കിള് വയ്യാതായില്ല. നിനക്ക് ഐസ്ക്രീം മേടിച്ചു തന്നാ? ഐസ്ക്രീം കഴിച്ചാ? ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ടാ ചാടി ഓടി പോയത്. അയ്യോ, ഞാൻ ഒന്നില്ലേ കഴിച്ചുള്ളൂ. ഒന്നും കഴിക്കൂല. ഒന്നേ കഴിക്കൂ. എന്റെ വെച്ച് ഒന്നേ കഴിക്കുള്ളൂ. 2 കഴിച്ചു. പിന്നെ ഞാൻ കഴിച്ചതിന്റെ പകുതിയും കൊടുത്തു. അതിന്റെ ഇടയിൽ അതും കഴിച്ചാ? പിന്നെ അവൻ കഴിക്കുമ്പോൾ ഞാൻ നോക്കിയിരിക്കുകയും ചെയ്യാം. നമുക്ക് ചായ വെള്ളം വല്ലതും വേണോ? 2 ഗ്ലാസ് എടുത്തോ. പറഞ്ഞാ എനിക്കൂടെ. അയ്യോ വേണ്ട മക്കളെ, ഇപ്പൊ കുടിച്ചതേ ഉള്ളു. ഇതെന്തോ ഒരു ചായ കുടിയാടാ നീ. നമ്മൾ അവിടുന്ന് ഇവിടെ വരെ നടന്നില്ലേ അമ്മേ? എന്നാലും ഒരു ചെറിയ കടുപ്പം. അല്ല, നാളെ ബാങ്കിൽ വരുന്ന കാര്യം മറക്കല്ലേ? ഞാൻ മറക്കത്തില്ല. പക്ഷെ ബാങ്കിൽ പോന്നാലും അമ്മ മറക്കും. ഞാൻ മറക്കത്തൊന്നുമില്ല. സൂക്ഷിച്ച്. ചായ കിട്ടൂ? തരാം. ഉടുപ്പ് മാറ്റിയിടാം. ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എന്നാപ്പാ നടക്ക്. ചായ ഇത് കുടിച്ചിട്ട് പോടാ. Cheers.